നിങ്ങൾ ഏത് പാർട്ടിയിലും ആയിക്കോളൂ, നാളെ നിങ്ങൾ BJP ആണ്. അതിപ്പോൾ ആരായാലും, VP ജയരാജനായാലും, ഇപ്പോൾ പിണറായി വിജയൻ നാളെ BJP യിൽ ചേർന്നാലും പിണറായി വിജയനെ BJP സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെയാണ് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ആവർത്തനം കേരളത്തിലും സംഭവിക്കാൻ പോകും. കോൺഗ്രസിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടാണ്? BJP യിലേക്ക്. CPIM-ൽ നിന്ന് പോകുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നതും കൂടിക്കാഴ്ചകൾ നടക്കുന്നതും എവിടേക്ക് പോകാനാണ്? BJP യിലേക്ക്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ ഭരിച്ചിട്ടേ ഉള്ളത് കോൺഗ്രസും CPIM-ഉം നേതൃത്വം നൽകുന്ന മുന്നണികളാണ്. LDF-ഉം UDF-ഉമാണ്. അപ്പോൾ കേരളത്തിൽ BJP യിലേക്ക് വരാൻ ആ പാർട്ടികളിൽപ്പെട്ട നേതാക്കളാണ്. ത്രിപുരയിലും ബംഗാളിലും ഒക്കെ എന്താണോ സംഭവിച്ചത് അത് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലും സംഭവിക്കും. ആ സംഭവിക്കുന്നതിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ വേണം ഈ സംഭാഷണങ്ങളെ കാണാൻ. എന്തായാലും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ഇടതുമുന്നണിയാണ്. കാരണം ഇടതുമുന്നണിയുടെ കൺവീനർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട മുഖ്യ സംഘാടകനെ തന്നെയാണ് BJP റാഞ്ചാനായി ആദ്യം ശ്രമിച്ചിരിക്കുന്നത്. EP ജയരാജൻ എന്ന് പറയുന്ന ഇടതുമുന്നണിയുടെ കൺവീനർ അസംതൃപ്തി